Hi students, welcome to JPL Sweet English. ഓക്കെ, നമുക്കിന്ന് പുതിയ ഒരു ടെൻസ് പഠിക്കാം. ഇതുവരെയും നമ്മൾ പ്രസന്റ് ടെൻസിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. എന്താണ് പാസ്റ്റ് ടെൻസ്? കഴിഞ്ഞു പോയ കാലം അല്ലേ? ഇന്നലെയോ മിനിയാന്നോ 2 മാസം മുമ്പെയോ 2 വർഷം മുമ്പെയോ മുമ്പെങ്ങാണ്ട് കഴിഞ്ഞു പോയ ഏത് ആക്ഷനെയും കുറിച്ച് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ടെൻസാണ് പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ടെൻസ് 4 തരമുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇവയിൽ വെർബുകൾക്ക് 4 തരത്തിലാണ് മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ ആ 4 തരങ്ങളെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്ന് പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ സിമ്പിൾ പ്രസന്റ് പറഞ്ഞ മാതിരി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിൾ ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ്. പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും. അധികം പഠിക്കുകയൊന്നും വേണ്ട, കുറേ ഇംഗ്ലീഷ് അറിയുകയും വേണ്ട. അല്ലാതെ തന്നെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പെട്ടെന്ന് നമുക്ക് പിടിതരും. ഓക്കെ, നമുക്ക് തുടങ്ങാം. സിമ്പിൾ പാസ്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഓബ്ജക്റ്റ് തന്നെയാണ്. പക്ഷെ വെർബിൻ്റെ ഫോം ഏതാണെന്നറിയുമോ? V2. സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഓബ്ജക്റ്റ്. ഏതാണ് V2 ഫോം? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു റൂട്ട് വെർബിന് 5 ഫോമുകളുണ്ട് എന്ന്. അതിൽ രണ്ടാമത്തെ ഫോമായ പാസ്റ്റ് ഫോമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കുന്നത്. അതായത് ചെയ്തു, കുടിച്ചു, തിന്നു, പറഞ്ഞു, പോയി, വന്നു എന്നിങ്ങനെ മലയാളത്തിൽ പറയുന്ന വാക്കുകളെ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, മുൻപ് പാസ്റ്റിൽ കഴിഞ്ഞ ഒരു പൂർണ്ണമായ പ്രവൃത്തിയെ പറ്റി പറയുന്നത്. സമയം സൂചിപ്പിക്കുന്നതാകാം, ചിലപ്പോൾ സമയം സൂചിപ്പിക്കണമെന്നും ഇല്ല. ഇത്തരം വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ഇന്നലെ അവനെ കണ്ടു. ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ക്രിക്കറ്റ് കളിച്ചു. മനു കഴിഞ്ഞ മാസം ഒരു പുതിയ കാർ വാങ്ങി. അവൻ കഴിഞ്ഞ വർഷം നവംബറിൽ ഡൽഹിയിലേക്ക് പോയി. ഇവിടുത്തെ വെർബുകൾ ഏതൊക്കെയാണ്? കണ്ടു, കളിച്ചു, വാങ്ങി, പോയി. കാണുക എന്ന വെർബിന്റെ പ്രസന്റ് ടെൻസ് സി, പാസ്റ്റ് ടെൻസ് സോ. കളിക്കുക എന്ന് പറയുമ്പോൾ പ്ലേ ആണ് വാക്ക്. പ്ലേയുടെ പാസ്റ്റ് ടെൻസ് പ്ലേഡ്. വാങ്ങുക എന്നുള്ളതിന്റെ വാക്ക് ബൈ. വാങ്ങി എന്നുള്ളതിന്റെ വാക്ക് ബോട്ട്, അല്ലെങ്കിൽ ബൈയുടെ പാസ്റ്റ് ടെൻസ് ബോട്ട്. പോകുക എന്നുള്ളതിന്റെ വാക്ക് ഗോ. ഗോയുടെ പാസ്റ്റ് ടെൻസ് വെന്റ്. ഇവ ചേർത്ത് വാക്യങ്ങൾ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം. ഇനി ഒന്നാമത്തെ സെന്റൻസ് നമുക്ക് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. നോക്കൂ, ഒന്നാമത്തെ ഞാൻ അവനെ കണ്ടു. അപ്പോ ഐ, പിന്നെ വെർബിൻ്റെത് എന്താണ്? പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ്. കണ്ടു ഐ സോ. അവനെ കണ്ടു ഐ സോ ഹിം. എപ്പോൾ കണ്ടു? യെസ്റ്റർഡേ.
ഇന്നലെ അവനെ ഞാൻ കണ്ടു. ഐ സോ ഹിം യെസ്റ്റർഡേ. ഇനി രണ്ടാമത്തെ സെന്റൻസ് കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ ക്രിക്കറ്റ് കളിച്ചു എന്നാണ്. അപ്പൊ എന്തൊക്കെ വരണം? ഞങ്ങൾ, വി, കളിച്ചു, പ്ലേഡ്, വി പ്ലേഡ്. എന്ത് കളിച്ചു? ക്രിക്കറ്റ്. എപ്പോൾ കളിച്ചു? കഴിഞ്ഞ ശനിയാഴ്ച. അതെങ്ങനെ എഴുതും? ലാസ്റ്റ് സാറ്റർഡേ. ലാസ്റ്റ് സാറ്റർഡേ. മൂന്നാമത്തെ വാക്യം എന്തായിരുന്നു? മനു ഒരു പുതിയ കാറ് വാങ്ങി, അല്ലെ? അതെങ്ങനെ പറയും? അപ്പൊ മനു ആണ് സബ്ജക്റ്റ്. മനു. ഇനി വാങ്ങി എന്നുള്ളത് എന്താണ് നമ്മൾ പഠിച്ചു? എന്തായിരുന്നു? ബോട്ട്, അല്ലെ? ബോട്ട്. മനു ബോട്ട്. എന്താ വാങ്ങിയത്? a new car. ഒരു പുതിയ കാറ് വാങ്ങി. എന്നായിരുന്നു വാങ്ങിയത്? കഴിഞ്ഞ മാസം. ലാസ്റ്റ് മന്ത്. വാക്യം എങ്ങനെയായി മാറും? മനു ബോട്ട് a new car last month. അടുത്തത്, അവൻ കഴിഞ്ഞ നവംബറിൽ ഡൽഹിയിലേക്ക് പോയി. ഹി പോയി എങ്ങനെ പറയും? വെന്റ്. ഹി വെന്റ്. എവിടേക്ക് പോയി? ടു ഡൽഹി. ഹി വെന്റ് ടു ഡൽഹി. എന്നാണ് പോയത്? ഇൻ നവംബർ. ഇൻ നവംബർ. ഏത് വർഷം? ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം. അപ്പോൾ വാക്യം എങ്ങനെയായി? ഹി വെന്റ് ടു ഡൽഹി ഇൻ നവംബർ ലാസ്റ്റ് ഇയർ. ഇനി നോക്കൂ, ഈ വാക്യങ്ങളിലെ സബ്ജക്റ്റുകൾ ഐ, വി, മനു, ഹി. സിംഗുലറും ഉണ്ട്, പ്ലൂറലും ഉണ്ട്. വെർബുകൾ നോക്കൂ. സോ, പ്ലേഡ്, ബോട്ട്, വെന്റ്. എന്താണ് ഇവയുടെ പ്രത്യേകത? ഈ വെർബുകളുടെ പ്രത്യേകത എന്താണ്? വെർബുകൾ പാസ്റ്റ് ഫോമുകളാണ്. വെർബുകൾ റൂട്ട് വെർബുകളുടെ പാസ്റ്റ് ഫോമുകളാണ്. പാസ്റ്റ് ടെൻസിന്റെ പ്രത്യേകത എന്താണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കൂ, നമ്മൾ കണ്ട വാക്കുകൾ സോ എന്ന് പറഞ്ഞാൽ കണ്ടു, അല്ലെ? പ്ലേഡ് എന്ന് പറഞ്ഞാൽ കളിച്ചു. ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി. വെന്റ് എന്ന് പറഞ്ഞാൽ പോയി. ഈ വെർബുകൾ എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കൂ, ഈ സോ എന്ന വെർബിൽ ഡിഡ് എന്ന ഓക്സിലറി അടങ്ങിയിരിക്കുന്നു. ഡിഡ്. പ്ലേഡ് എന്ന വെർബിലും ഡിഡ് ഓക്സിലറി ഉണ്ട്. ബോട്ട് എന്ന വെർബിലും ഡിഡ് എന്ന ഓക്സിലറി ഉണ്ട്. വെന്റ് എന്ന വെർബിലും ഡിഡ് എന്ന ഓക്സിലറി ഉണ്ട്. അപ്പൊ ഈ സോ എന്നുള്ളത് എങ്ങനെയാണ് വരേണ്ടത്? ഡിഡ് പ്ലസ് സി എന്ന വെർബിന്റെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ് സോ ആയി മാറുന്നത്. പ്ലേഡ് എന്ന വെർബ് എങ്ങനെയാണ് ഉണ്ടാവുക? പ്ലേയുടെ കൂടെ ഡിഡ് ചേരുമ്പോഴാണ്. ഡിഡ് പ്ലസ് പ്ലേ ആണ് പ്ലേഡ്. കൂടുതൽ പോസിറ്റീവ് സെന്റൻസുകൾക്ക് ഉദാഹരണങ്ങൾ നോക്കൂ. അവൻ ഇന്നലെ മീറ്റിംഗിൽ പങ്കെടുത്തു. ഹി അറ്റൻഡഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അച്ഛൻ ചെടികൾ നനച്ചു. ഫാദർ വാട്ടേഡ് ദ പ്ലാന്റ്സ്. ഞങ്ങൾ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചു. വി ഡിസൈഡഡ് ടു ഗോ ടു ദ പാർട്ടി. മീര കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയി. മീര went to the market last Friday. അവർ
കഴിഞ്ഞ ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കി. They made ബിരിയാണി ലാസ്റ്റ് സൺഡേ. ഇതുവരെ നമ്മൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പോസിറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതായിരുന്നു. ഇനി നമുക്ക് നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ ചേർക്കുന്ന വാക്ക് ഏതാണ്? നെഗറ്റീവ് സെന്റൻസ് ഉണ്ടാക്കാൻ ചേർക്കുന്ന വാക്ക് നോട്ട്, അല്ലെ? നോട്ട് എന്ന വാക്കാണ് ചേർക്കുക. ഈ നോട്ട് എന്ന വാക്ക് ഇതിൽ എവിടെയാണ് ചേർക്കേണ്ടത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. നോക്കൂ, I saw him yesterday. I saw him yesterday. ഇവിടെ എവിടെയാണ് ചേർക്കേണ്ടത്? ഈ സോ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു? ഡിഡ് സി ആണ്. ഐ ഡിഡ് സി ആണ്. അപ്പൊ ഐ ഡിഡ് സി ഹിം യെസ്റ്റർഡേ. അങ്ങനെയാണ്. ഓക്കെ, ഇനി നമുക്ക് നോട്ട് ചേർക്കാൻ എളുപ്പമാണ്. എവിടെയാണ് സാധാരണഗതിയിൽ നമ്മൾ നോട്ട് ചേർക്കുക? ഓക്സിലറി വെർബിനോട് കൂടിയാണ്, അല്ലെ? നോട്ട് ചേർക്കാം. എങ്ങനെ നോക്കൂ, ഐ ഡിഡ് നോട്ട് സി വെർബ് സി ഹിം യെസ്റ്റർഡേ. അവനെ ഞാൻ ഇന്നലെ കണ്ടില്ല, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവനെ കണ്ടില്ല. ഇതിനെ ചുരുക്കിയിട്ട് നമുക്ക് പറയുമ്പോൾ സംസാര ഭാഷയിൽ എങ്ങനെ പറയാം? ഐ ഡിഡിൻഡ്. അപ്പോ ഡിഡ് കഴിഞ്ഞ നോട്ടിന്റെ എൻ പിന്നെ അപ്പോസ്ട്രോഫി ടി, ഈ ഓ നമ്മൾ ഒഴിവാക്കുന്നു. ഐ ഡിഡിൻഡ് സി എന്നായി മാറും. ഓക്കെ, ഇങ്ങനെ ഓരോ വാക്യങ്ങളും നമുക്ക് നെഗറ്റീവ് ആക്കി മാറ്റാം. ഐ ഡിഡിൻഡ് സീ ഹിം യെസ്റ്റർഡേ. നോക്കൂ, ആദ്യത്തെ സെന്റൻസുകൾ നെഗറ്റീവ് ആക്കുമ്പോൾ, ഞങ്ങൾ കഴിഞ്ഞ ശനിയാഴ്ച ക്രിക്കറ്റ് കളിച്ചില്ല. വി ഡിഡിൻറ്റ് പ്ലേ ക്രിക്കറ്റ് ലാസ്റ്റ് സാറ്റർഡേ. മനു പുതിയ കാർ വാങ്ങിയില്ല. മനു ഡിഡിൻറ്റ് ബൈ ന്യൂ കാർ. അവൻ കഴിഞ്ഞ വർഷം ഡൽഹിയിൽ പോയില്ല. ഹി ഡിഡിൻറ്റ് ഗോ ടു ഡൽഹി ലാസ്റ്റ് ഇയർ. ഓക്കെ, ഈ സെന്റൻസുകളിലെ വെർബുകൾക്ക് വന്ന മാറ്റങ്ങൾ ഇങ്ങനെയാണ്. പ്ലേഡ്, ഡിഡ് പ്ലേ, ഡിഡ് നോട്ട് പ്ലേ, ഡിഡിൻറ്റ് പ്ലേ. Bought, did buy, did not buy, didn't buy. Went, did go, did not go, didn't go. Okay. കൂടുതൽ നെഗറ്റീവ് ഉദാഹരണങ്ങൾ നോക്കൂ. അവൻ ഇന്നലെ മീറ്റിംഗിൽ പങ്കെടുത്തില്ല. ഹി ഡിഡിൻറ്റ് അറ്റൻഡ് ദ മീറ്റിംഗ് യെസ്റ്റർഡേ. അച്ഛൻ ചെടികൾ നനച്ചില്ല. ഫാദർ ഡിഡിൻറ്റ് വാട്ടർ ദ പ്ലാന്റ്. ഞങ്ങൾ പാർട്ടിക്ക് പോകാൻ തീരുമാനിച്ചില്ല. വി ഡിഡിൻറ്റ് ഡിസൈഡ് to go to the party. മീര കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ പോയില്ല. മീര ഡിഡിൻറ്റ് go to the market last Friday. അവർ കഴിഞ്ഞ ഞായറാഴ്ച ബിരിയാണി ഉണ്ടാക്കിയില്ല. They didn't make ബിരിയാണി last Sunday. പൂർണ്ണമായും കഴിഞ്ഞു പോയ ഒരു കാര്യം എങ്ങനെയാണ് പറയുക എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിൽ അടങ്ങിയിരിക്കുന്ന ഓക്സിലറി ഏതാണ്, പോസിറ്റീവ് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം, നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പഠിക്കാനുള്ളത് യെസ് ഓർ നോ ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം, WH ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം,
എന്നുള്ളതാണ്. അക്കാര്യങ്ങളെല്ലാം നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.